ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പണിത പാലം ഇരിക്കുന്നു. അതുപോലെ ഈ എപ്പിസോഡിൽ നമുക്ക് അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി പുഴയും സെറ്റാകണം. ഈ പാലത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആരും ഒന്നും കമൻറ്റ് ചെയ്തില്ല. എനിക്ക് കാണാൻ ആരുമില്ലായിരുന്നു. കണ്ട ആൾക്കാരാണ് ലൈക്കും ചെയ്തില്ല. അതുകൊണ്ട് വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ഡേ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. 160 ദിവസം ആവാറായി. അതായത് ഏകദേശം ഒരു 50 ദിവസത്തോളം ഞാൻ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ഇപ്പം കാണിച്ചു തരാം. ഈ പെട്ടി തുറന്നു നോക്കിയാൽ മനസ്സിലാവും. കണ്ട, ഫുള്ള് അയണാണ്. ഇതിനകത്തൊന്നുമില്ല. ഈ ഒരു ഡബിൾ ചെസ്റ്റ് നിറച്ചു അയണാണ്. ഞാൻ ഈ രാത്രി മൊത്തം AFK ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് ഫുള്ള് ഡയമണ്ട് ആർമറും ടൂൾസും സെറ്റാക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അയാൾ യുവമാർക്ക് കൊടുത്തിട്ട് യുവമാരുടെ നിന്ന് കിട്ടുന്ന എമറാൾഡ് വെച്ചിട്ട് യുവമാരുടെ നിന്ന് തന്നെ ആർമറും ടൂൾസും മേടിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ മേടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. ടൂൾസ് മേടിക്കണം. ആർമറൊന്ന് ഇടുന്ന കാണിച്ചിട്ട് ടൂൾസ് മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. കണ്ട, ഞാൻ ഫുള്ള് ഡയമണ്ട് ആർമറായിട്ടുണ്ട്. പിന്നെ ഇതിലെ എൻചാൻ്റൊന്നും നോക്കണ്ട, അത് ഞാൻ പിന്നീട് ശരിയാക്കുന്നതായിരിക്കും. ഇപ്പം എനിക്കതിനുള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ച എൻ്റെ അയൺ ആർമർ നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ചു വെച്ചേക്കാം. ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, നമുക്ക് ഡയമണ്ട് ആയല്ലോ. ഇനി ഞാൻ പോയിട്ട് ഡയമണ്ടിൻ്റെ ടൂൾസും കൂടെ മേടിച്ചിട്ട് വരാം. ഇവൻ്റെ ഈ ഹോയും ശവലും കൂടെ മേടിച്ചാൽ നമ്മൾ ഫുൾ ഡയമണ്ട് ടൂൾസ് ഈ മണ്ടന്മാരുടെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇനി എൻ്റെ ഈ പഴയ ടൂൾസിനോട് നമുക്ക് വിട പറയാം. അത് ഈ ഒരു ആക്സും കൂടെ വെക്കാനുണ്ട്. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചു. ആർമർ എടുത്ത് വെക്കുന്ന നേരത്തെ അതും കൂടെ എടുത്തു വെച്ചായിരുന്നു. ഇനി അയണി പിന്നെയും ബാക്കിയിരിപ്പുണ്ട്. ഞാനത് പിന്നീട് ട്രേഡ് ചെയ്തോളാം. പിന്നെ ഈ വില്ലേജറിൻ്റെ കാര്യം ഞാൻ മാസ്റ്റർ ആക്കാൻ നോക്കുമ്പോൾ ഇവൻ ഗോൾഡൻ ക്യാരറ്റ് അല്ല തരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് മുമ്പ് 2 വില്ലേജറേയും കൂടെ ആക്കിയായിരുന്നു. പക്ഷേ ഇതേ പ്രശ്നം, ഈ ഫാർമറാറ് എനിക്ക് ഇത് തരുന്നില്ല, ഗോൾഡൻ ക്യാരറ്റ് തരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബിൽഡിലോട്ട് പോകാം. ഇവിടെയായിട്ടായിരിക്കും നമ്മുടെ ഇവിടെയായിട്ട് വേറെ ഇവിടെ ഈ വഴി ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ വഴി വരാൻ പോകുന്നത്. 3 ബ്ലോക്ക് നടുക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം.
അങ്ങനെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ബിൽഡ് ചെയ്യണം. അത് ഞാൻ എൻ്റെ വീട് വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ടോർച്ചും കൂടെ വെക്കണം. ഇവിടെ ടോർച്ചല്ല, നമുക്ക് ലാൻഡേൺ വെക്കാം. അതായിരിക്കും കുറച്ചും കൂടെ കാണാൻ കിടിലം. ഇതിങ്ങനെ തൂക്കിയിട്ടാൽ വേണ്ട, നമുക്കിത് പൊട്ടിച്ചിട്ട് പിന്നെ വെച്ചിരിക്കുന്ന വാളിൻ്റെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടുപോയി വെക്കാം. നമ്മുടെ ബേസ് വരാൻ നേരത്ത് ഈ പാത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് അതിനകത്തോട്ട് കണക്ട് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ആക്കാൻ നിന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എവിടെയാണോ ബേസ് വെക്കുന്നത് അങ്ങോട്ട് പിന്നെയും മാറ്റി പണിയുണ്ട്. അതുകൊണ്ട് റീബിൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഇവിടെ ഒരു കുഴിയുണ്ട്. അയൺ ഫാർ കുറച്ച് അയൺ എടുത്തിട്ട് നമുക്ക് ബാക്കി ലാൻഡേൺ ഉണ്ടാക്കിയിട്ട് ഇവിടെ തൂക്കിയിടാം. ഇവിടെ ഞാൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയൺ ഫാർമ് വർക്കിങ്ങിലായിരുന്നു. പിന്നെ ഈ ബിൽഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം വരാനില്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആൾക്കാരിലോട്ട് പോകും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലാൻഡേൺ ഉണ്ടാക്കട്ടെ. ആവശ്യത്തിനുള്ള ലാൻഡേൺ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തിക്ക് ഒന്ന് തൂക്കി ഇട്ടാൽ മതി. ഒന്ന് നമുക്ക് ഇവിടെ ഇടാം. ഈ കയറി വരുന്ന ഇവിടെ ഒരെണ്ണം വെക്കാം. അതേപോലെ തന്നെ അപ്പുറത്തും വെക്കാം. എന്നിട്ട് ഈ സ്ട്രിപ്പ് ചെയ്തിരിക്കുന്ന ലോഗില്ലേ അവിടെ വെക്കാം. അതായത് ഇവിടെയായിട്ട് ഇവിടെ വെക്കുമ്പോൾ രസം ഉണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കാം. ഇല്ലേ, നമുക്ക് മാറ്റി പണിയാം. അതായത് തന്നെ ഇനി അടുത്തത് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് ഇട്ടിരിക്കുന്ന അവിടെ ഇത് കണ്ട് ബോട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പാണിത്. ഇവിടെ ഒരെണ്ണം ഇവിടെ വെക്കണ്ട. ഇവിടെ വെച്ച ലാൻഡേൺ തികയോന്നറിയില്ല. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇവന് പേരിട്ടില്ലല്ലോ. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ കോപ്പർ ഗോളത്തിനൊരു പേര് വേണം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തും കൂടെ വെക്കണം. ഈ സൈഡിൽ വാള് വെച്ചോണ്ട് ഇതിൻ്റെ ഒരു ബ്ലോക്ക് താത്തിയിട്ടാക്കിയാലോ. കാരണം അപ്പുറത്തോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര പൊക്കം. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. ഇപ്പോൾ എനിക്കിത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ പൊക്കം ലേശം കുറച്ചാലോ എന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.